യൂട്യൂബർ രാജൻ ജോസഫ് വീണ്ടും അറസ്റ്റിൽ. അടൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചു എന്നാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കാട്ടി ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി നൽകിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, യൂട്യൂബർ രാജൻ ജോസഫിനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ, അതായത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇതുപോലെ വീണ്ടും അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിലാണ് വീണ്ടും ഇപ്പം അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് രാജൻ ജോസഫിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപകീർത്തിപരമായ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാജൻ ജോസഫ് അറസ്റ്റിന് ശേഷവും ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിലാണ് രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 25ഓളം വീഡിയോകളാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസങ്ങളിൽ ഈ രാജൻ ജോസഫ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അത് എറണാകുളത്ത് നിന്നും രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അടൂർ കൊണ്ടുവരികയും പിന്നീട് അടൂരിൽ നിന്ന് ജാമ്യം കിട്ടി പോയതിനു ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇപ്പോൾ രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.